ദല്ലാൽ നന്ദകുമാർ ഇന്ന് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൽ ദല്ലാൽ നന്ദകുമാർ പറയുന്നത് എത്രത്തോളം വിശ്വസത്തിലെടുക്കാവോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. എന്നാൽ പോലും ജാവദേക്കർ ഇ.പി. ജയരാജനെ സമീപിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ, ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന തരത്തിലുള്ള ഒരു ആവശ്യങ്ങൾ ഉന്നയിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഈ പ്രഭാരിമാർ, എന്താ ബി.ജെ.പിയുടെ പ്രഭാരി എന്നാണ് പറയുന്നത്, ഈ സംസ്ഥാനത്തിന് ചുമതലയുള്ള ബി.ജെ.പി നേതാക്കന്മാർ, ഇവർ എന്ത് ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇവരെ എന്തിനാണ് അമിത്ഷായും നദ്ദയും മോദി നിയോഗിച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കേണ്ടി വരിക. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് പിടിക്കാൻ പറ്റുന്ന കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ ഇന്നലെയും വാർത്ത കണ്ടതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയ ആൾ തന്നെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നു, ബി.ജെ.പി സ്ഥാനാർത്ഥിയെ സൂറത്തിൽ ജയിക്കുന്നു, ഇൻഡോറിലടക്കം ജയിപ്പിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ റിസോർട്ടിലേക്ക് മാറ്റും. അതിലേക്കാണ് പറഞ്ഞത്. ഇവരുടെ ഈ പ്രഭാരിമാരെ ഉപയോഗിക്കുന്ന എന്തിനാണെന്നുള്ള സംഭവമാണ്. നമ്മൾ ഇതിന് വലിയൊരു മാനമുണ്ട്. ബി.ജെ.പി വിരുദ്ധ സർക്കാരുകളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ആ സംസ്ഥാനത്തെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ, അവിടുത്തെ നിയമസഭകളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് സമാന്തരമായി തന്നെയാണ് ഇത്തരം പ്രഭാരിമാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ സമീപിക്കുകയോ അവർക്കെതിരെ ആസൂത്രിതമായ കഥകൾ മെനയുന്നതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കുക, ചാക്കിട്ട് പിടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇ.പി. ജയരാജൻ എന്ന് പറയുന്നത് എൽ.ഡി.എഫിൻ്റെ കൺവീനറാണ്. 40-50 വർഷത്തോളം കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ്, തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്, നിരവധി ത്യാഗങ്ങൾ സഹിച്ച നേതാവ്. ആ നേതാവ് സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും ഒരു നേതാവ് വിളിക്കുമ്പോൾ സംസാരിക്കും. പ്രകാശ് ജാവദേക്കർ മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, ബി.ജെ.പിയുടെ സമന്വയനായ നേതാവാണ്. സ്വാഭാവികമായി വിളിക്കുമ്പോൾ സംസാരിച്ചിട്ടുണ്ടാകും, അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ പ്രശ്നം അവരുടെ ഉള്ളിൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇ.പി. ജയരാജനെ പോലുള്ളൊരു നേതാവിനെ ലക്ഷ്യമിടുന്നു. അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് കൃത്യം വ്യക്തമാണ്. ഇത് ഇ.പി. ജയരാജൻ മാത്രമല്ല, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലക്ഷ്യം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ വലിയ മേഖല ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ പറയുന്ന പോലെ തൃശ്ശൂരിൽ മോദി 5 പ്രാവശ്യം വന്ന് വലിയ ശ്രമങ്ങൾ നടത്തി, അവിടെയും വിജയിക്കാൻ പോകുന്നില്ല. ഒരു കലക്ക വെള്ളവും ഒരു പരിപാടി നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ബി.ജെ.പി നേതൃത്വത്തിന് അറിവുണ്ട്. അമിത്ഷാ ആണല്ലോ ഈ ഓപ്പറേഷൻസിൻ്റെ എല്ലാം ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചെറിയ, ഇവിടെ ശോഭാ സുരേന്ദ്രൻ്റെയോ അല്ലെങ്കിൽ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ ഇതുമായിട്ട് മാറി, ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള അനവധി ആളുകളെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ബി.ജെ.പി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയുള്ള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികളിലെ നേതാക്കളെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്? വീഴുന്നവരെ വീഴ്ത്തുകയും അല്ലാത്തവരെ പണം ഒതുക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ പണി നടക്കില്ല എന്നുകൂടി വ്യക്തമാകുന്നതാണ് ഇന്നലത്തെ ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി കൃത്യമായി വ്യക്തത വരുത്തിക്കൊണ്ട് പറയുകയും ചെയ്തു. അത് നിയമപരമായി നേരിടുമെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പണി, ബി.ജെ.പിയുടെ ഈ പണി കേരളത്തിൽ നടക്കില്ല എന്നൊരു സന്ദേശം കൂടി പാർട്ടി കൊടുക്കും.